ദേവസ്വത്തെ പിടിച്ചുകുലുക്കുന്ന അതീവ ഗുരുതരമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഭക്തർ കോടിക്കണക്കിന് രൂപയും സ്വർണവും വഴിപാടായി സമർപ്പിക്കുന്ന ഗുരുവായൂർ അമ്പലത്തിലെ സാമ്പത്തിക അപാകതകളെയും ഓഡിറ്റ് വീഴ്ചകളെയും മുൻനിർത്തി കേരള ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ CPM-നും LDF നേതൃത്വത്തിനും നൽകുന്നത് കനത്ത പ്രഹരമാണ്. ഓൺലൈൻ വഴിപാടുകൾ, POS മെഷീനുകൾ, QR കോഡ്, huണ്ടികൾ, കാർഡ് പേയ്മെന്റുകൾ എന്നിങ്ങനെ ആധുനിക സംവിധാനങ്ങളിലൂടെ കോടികളാണ് ഗുരുവായൂരിലേക്ക് ഒഴുകിയെത്തുന്നത്. എന്നാൽ ഈ ഡിജിറ്റൽ ഇടപാടുകൾക്കൊന്നും തന്നെ കൃത്യമായ അക്കൗണ്ടിംഗ് നിലവിലില്ലെന്നാണ് സംസ്ഥാന ഓഡിറ്റിംഗ് വിഭാഗം ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഭക്തർക്ക് നൽകുന്ന രസീതുകളുടെ റീപ്രിന്റ് സൗകര്യം മുതൽ വലിയ ദുരൂഹതകളാണ് നിലനിൽക്കുന്നത്. ഇതിന് കൃത്യമായ മറുപടി നൽകാൻ പോലും CPM ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല 2011 മുതൽ 2020 വരെയുള്ള കാലയളവിൽ മാത്രം 54.59 കോടി രൂപയുടെ ഓഡിറ്റ് ഒബ്ജക്ഷനുകളാണ് നിലനിൽക്കുന്നത്. 107.92 കോടിയിലധികം രൂപയുടെ സാമ്പത്തിക നഷ്ടം കണക്കാക്കിയിട്ടും അതിലൊന്നും ഒരു തീർപ്പും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത്രയും വലിയ തുകയുടെ കണക്കുകളിൽ സുതാര്യതയില്ലെന്ന് പറയുമ്പോൾ CPM-ന്റെ തണലിലുള്ള ഭരണ സംവിധാനം എത്രത്തോളം ദ്രവിച്ചതാണെന്ന് വ്യക്തമാണ്. എല്ലാറ്റിലുപരിയായി ഞെട്ടിക്കുന്നത് മറ്റൊരു വസ്തുതയാണ്. ഗുരുവായൂരപ്പന് ഭക്തർ സമർപ്പിച്ച തങ്കഅങ്കിയും സ്വർണവും ആഭരണങ്ങളും ഉൾപ്പെടെയുള്ള വിലപിടിപ്പുള്ള വസ്തുക്കളുടെ ഭൗതിക പരിശോധന, അതായത് ഫിസിക്കൽ വെരിഫിക്കേഷൻ, കഴിഞ്ഞ 43 വർഷമായി നടന്നിട്ടില്ല. വെങ്കലപാത്രങ്ങളും കശ്മീരി കുങ്കുമപ്പൂവും പോലുള്ള വിലയേറിയ വഴിപാടുകൾ പോലും കൃത്യമായ രജിസ്റ്ററുകൾ രേഖപ്പെടുത്തുന്നില്ല. ഇതൊക്കെ എങ്ങോട്ട് പോകുന്നു, ആരുടെ കൈകളിലേക്കാണ് ചോരുന്നത് എന്നതിന് ഒരു ഉത്തരവുമില്ല. കേരളത്തിൽ അടുത്തിടെ ഭരണം മാറിയെങ്കിലും ദേവസ്വം ബോർഡിന്റെ തലപ്പത്ത് ഇപ്പോഴും തുടരുന്നത് മുൻ LDF സർക്കാർ നിയമിച്ച ഭരണസമിതിയും CPM പാർട്ടി നിർദ്ദേശിച്ച ആളുകളുമാണ്. അതിനാൽ തന്നെ ഈ ഓഡിറ്റ് തട്ടിപ്പിന്റെയും വീഴ്ചകളുടെയും നേരിട്ടുള്ള ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയാൻ CPM-ന് കഴിയില്ല. ജസ്റ്റിസുമാരായ V. രാജ, വിജയരാഘവനും KV. ജയകുമാറും അടങ്ങുന്ന ദേവസ്വം ബെഞ്ച് ഇതിൽ ശക്തമായ ഇടപെടൽ നടത്തിക്കഴിഞ്ഞു. വരവ്, ചെലവ്, സ്റ്റോക്ക് സ്വത്തുകൾ എന്നിവയെല്ലാം തത്സമയം നിരീക്ഷിക്കാൻ സാധിക്കുന്ന നിർണായകമായ ഡിജിറ്റൽ സംവിധാനം കൊണ്ടുവരാൻ ഒരു വിദഗ്ധ ഏജൻസിയെ ചുമതലപ്പെടുത്താനാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിന്റെ വിശദാംശങ്ങൾ തേടി ഓഡിറ്റ് വിഭാഗം സീനിയർ ഡെപ്യൂട്ടി ഡയറക്ടറോട് നാളെ നേരിട്ട് ഹാജരാകാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ഭക്തരുടെ വിവരങ്ങളെയും കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളെയും ഇത്തരത്തിൽ ഗൗരവമില്ലാതെ കൈകാര്യം ചെയ്ത ദേവസ്വം ഭരണസമിതിക്കും അവർക്ക് തണൽ വിരിച്ച CPM രാഷ്ട്രീയ നേതൃത്വത്തിനും കോടതിയുടെ ഈ രൂക്ഷ വിമർശനത്തിന് മുന്നിൽ ഉത്തരം മുട്ടുമെന്ന് ഉറപ്പാണ്. വലിയൊരു രാഷ്ട്രീയ കൊടുങ്കാറ്റിനാണ് വരും ദിവസങ്ങളിൽ കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്.